ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിൽ ഇരു കക്ഷികളും ഒപ്പിട്ടു. മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കരാർ എണ്ണവാതക മേഖലയ്ക്ക് വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. ആഗോള GDPയുടെ 20% ആഗോള വ്യാപാരത്തിന്റെ 1/3 ഈ കരാർ പ്രതിനിധാനം ചെയ്യുന്നതെന്നും മോദി പറഞ്ഞു. പ്രതിരോധ രംഗത്ത് തന്ത്രപരമായ സഹകരണമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ലക്ഷ്യം വെക്കുന്നത്. 27 രാജ്യങ്ങൾ അടങ്ങുന്നതാണ് യൂറോപ്യൻ യൂണിയൻ. ഈ കരാർ ഇന്ത്യയുടെ 1.4 ബില്യൺ ജനങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങളെ കോടിക്കണക്കിന് ആളുകൾക്കും വലിയ അവസരങ്ങൾ നൽകുമെന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വസ്ത്രം, രത്നങ്ങൾ, ആഭരണങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളെ ശക്തിപ്പെടുത്തുമെന്നും മോദി പറഞ്ഞു. കരാറിൽ അന്തിമ ധാരണയായി ഇന്നലെ വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇനി ടെക്സ്റ്റൈൽസ്, ലെതർ എന്നീ മേഖലകളിൽ വലിയ തോതിൽ നികുതി കുറയും. വിദേശ കാറുകളുടെ അടക്കം ഇറക്കുമതി തീരുവയും കുറയും. ആഗോള വ്യാപാരത്തിന്റെ 1/3 ഈ കരാർ പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര കരാർ എന്ന വിശേഷണം നൽകിയിരിക്കുന്നത്. ഈ കരാർ പ്രകാരം ഇന്ത്യക്ക് പുതിയ കമ്പോളങ്ങൾ തുറന്നു കിട്ടും. അമേരിക്ക ഏർപ്പെടുത്തിയ വലിയ ഉപരോധം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഇന്ത്യക്ക് യൂറോപ്യൻ യൂണിയൻ വഴി ലോകത്തെ 27 രാജ്യങ്ങളിലെ കമ്പോളങ്ങൾ ലഭിക്കുന്നത്. ഇതോടെ എണ്ണ ശുദ്ധീകരണ രംഗത്ത് ഇന്ത്യ വൻ ശക്തിയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ സർക്കാർ പുറത്തുവിടും. എന്നാൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായി ധാരണയിലെത്തിയ വ്യാപാര കരാറിനെതിരെ അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയുമായി കരാറിലെത്തിയതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തെ സഹായിക്കുകയാണെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ കുറ്റപ്പെടുത്തി. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനാണ് ഇന്ത്യക്ക് മേൽ 25% തീരുവ അമേരിക്ക ചുമത്തിയത്. എന്നാൽ ഇതിനു പിന്നാലെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി കരാറിലെത്തി. ഇന്ത്യയിലെത്തുന്ന റഷ്യൻ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് യൂറോപ്പിന് വിൽക്കുകയാണ്. യൂറോപ്പിനെതിരായ യുദ്ധത്തിന് യൂറോപ്പ് തന്നെ ഫണ്ട് ചെയ്യുകയാണെന്നും സ്കോട്ട് ബസൻ കുറ്റപ്പെടുത്തുന്നു. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ പാതി വഴിയിൽ നിൽക്കുമ്പോഴാണ് യൂറോപ്യൻ യൂണിയനുമായി ചരിത്ര കരാറിൽ ഒപ്പിടാൻ ഇന്ത്യ തയ്യാറായത്. വ്യാപാര കരാറുകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കരാർ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ കുതിപ്പാകുമെന്നാണ് പ്രതീക്ഷ. ഏതാണ്ട് 2 പതിറ്റാണ്ടുകളോളം ചർച്ച ചെയ്തതിനു ശേഷമാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാറിൽ ഇന്ത്യ ഒരു ധാരണയിലെത്തിയത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ഇരു രാജ്യങ്ങളുടെയും ജനങ്ങൾക്ക് വലിയ അവസരങ്ങൾ നൽകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഇന്നലെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വലിയൊരു കരാറിലെത്തി. ആളുകൾ ഇതിനെ കരാറുകളുടെ മാതാവെന്നാണ് വിളിക്കുന്നത്. ലോകത്തിലെ 2 പ്രധാന സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ ഉദാഹരണമാണിതെന്നും മോദി പറഞ്ഞു. ഏകദേശം 200 കോടി ജനങ്ങൾ ഉൾപ്പെടുന്ന വിശാലമായ ഒരു വിപണിയാണ് ഈ കരാറിലൂടെ തുറക്കപ്പെടുന്നത്. അമേരിക്കയുടെ വ്യാപാര നയങ്ങളിലെ അനിശ്ചിതത്വവും ട്രംപിന്റെ ഏകപക്ഷീയമായ താരിഫ് ഭീഷണികളും നേരിടാൻ ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും കൈകോർക്കുന്നു എന്ന പ്രത്യേകതയും ഈ കരാറിനുണ്ട്. കൂടാതെ റഷ്യയെയും ചൈനയെയും അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഈ പങ്കാളിത്തം സഹായിക്കുമെന്നാണ് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. കരാർ നിലവിൽ വരുന്നതോടെ ഇന്ത്യയുടെ കയറ്റുമതിയിൽ 5 വർഷത്തിനുള്ളിൽ ഏകദേശം 4.5 ലക്ഷം കോടി രൂപയുടെ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.